ഓ മുസ്ലിമീങ്ങളെ, ഞാൻ വേദനയോടെ പറയട്ടെ, ചിലരൊക്കെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിൽ ഉറച്ചു നിൽക്കുന്ന ജനങ്ങളാണ്, നല്ല വിശ്വാസമാണ്, പണ്ഡിതന്മാരോട് വലിയ ആദരവാണ്, തങ്ങന്മാരെ കണ്ടാ കൈപിടിച്ച് ചുംബിക്കലാണ്, പണ്ഡിതന്മാരെ കണ്ടാ പ്രാർത്ഥിക്കാൻ പറയലാണ്, വാളിന്റെ സദസ്സുകളിൽ ആവേശത്തോടെ പോകലാണ്, ആണ്ടിനും റൂസിലും നേർച്ചക്കൊക്കെ സജീവമാണ്. പക്ഷേ നിസ്കാരം ഖളാഅക്കുന്നതിൽ വലിയ പ്രശ്നമൊന്നും തോന്നാത്ത ചില സാധാരണക്കാരുണ്ട്. നിങ്ങളെ സദസ്സിൽ അത്തരക്കാരുണ്ടോ ഇല്ലേ എനിക്കറിയില്ല. ഓ മുസ്ലിം ചെറുപ്പക്കാരേ, ഒരിക്കലും ജീവിതത്തിൽ നിസ്കാരം ഖളാഅക്കി പോകരുത്. ഓ ഉമ്മമാരേ, ഒരിക്കലും നിസ്കാരം സമയം നഷ്ടപ്പെടുത്തരുത്. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അദാഉ സ്വലാത വത്തബഉ ശഹവാതി ഫസൗഫ യൽഖൗന ഗയ്യാ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിക്കാൻ ചെന്നപ്പോൾ സുജൂദിൽ കിടന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിങ്ങിപ്പൊട്ടി കരയുന്നത് കണ്ടപ്പോ, നിസ്കാരം കഴിഞ്ഞിട്ട് എന്തിനാണ് നബിയേ തങ്ങളിങ്ങനെ അല്ലാഹുവിന്റെ മുമ്പിൽ നെറ്റിയും കുത്തി വിങ്ങിപ്പൊട്ടിയതെന്ന് ചോദിച്ചപ്പോ പറഞ്ഞില്ലേ, റബ്ബിന്റെ ഖുർആനിൽ ഇറങ്ങിയ ഒരായത്ത്, ആ ആയത്ത് ഞാൻ കാണുമ്പോൾ പിൽക്കാലത്ത് വരുന്ന എന്റെ സമുദായത്തിലുള്ള ജനങ്ങളെ കുറിച്ച് ഞാൻ വിഷമിച്ച് കരയുന്നു. فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا. നിസ്കാരം നഷ്ടപ്പെടുത്തുന്നതിൽ വലിയ പ്രശ്നം തോന്നാത്തൊരു വിഭാഗം പിൽക്കാലത്ത് വരാനിരിക്കുന്നു. അവർക്ക് കഠിനമായ ശിക്ഷ നരകത്തിലുണ്ട്. അതവർ കണ്ടെത്തിക്കുമെന്ന് പറയുമ്പോ, എന്റെ ഉമ്മത്തിൽ നിസ്കാരം ഖളാഅക്കുന്ന എന്റെ സമുദായത്തിലുള്ള പാവപ്പെട്ട ജനങ്ങളുടെ ഗതിയോർത്ത് എനിക്ക് സമാധാനമില്ല. ഈ ഉമ്മത്തിനെ ഏറ്റവും കൂടുതൽ മക്കളെക്കാൾ അല്ലെങ്കിൽ മക്കളെ പോലെ സ്നേഹിച്ച റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. ഓ മുസ്ലിം ചെറുപ്പക്കാരാ, 1400ഓളം കൊല്ലങ്ങൾക്ക് ശേഷം ജനിക്കുന്ന എന്നെയും നിങ്ങളെയും ഓർത്തിട്ട് 1400ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മെ പ്രിയം വെച്ച നമ്മുടെ നേതാവ് ശഫീഉൽ മുദ്നിബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സുജൂദിൽ കിടന്ന് കരയുന്നു കേട്ടോ.